എല്ലാവർക്കും നമസ്കാരം. നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന കൃതിയുടെ 4ാമത്തെ പാർട്ടിലേക്ക് നമുക്ക് പോകാം. ക്ഷമയും അനുകൂല സമയവും ഒത്തുചേർന്നാൽ എല്ലാം വരേണ്ട സമയം വന്നിരിക്കും. കൃത്യസമയത്ത് താങ്കൾക്കെല്ലാം ബോധ്യപ്പെടും. പക്ഷേ നാളിതുവരെ ഞങ്ങൾ പറഞ്ഞു തന്ന അറിവുകൾ ദഹിക്കാൻ സമയം കൊടുക്കണം. കവിയായ മഹാഗുരുവിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ടേപ്പിലൂടെ കേൾക്കുകയായിരുന്നു ഡോക്ടർ ബ്രയാൻ. ക്ഷമയോടെ കാത്തിരിക്കാൻ ഡോക്ടർ ബ്രയാൻ തയ്യാറായിരുന്നു. എന്നാൽ എന്താണ് തനിക്ക് അറിയാനുള്ളതെന്നോ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ളതെന്നോ ആ നിയുക്ത ജോലിക്ക് താൻ പ്രാപ്തനാണോ എന്നുള്ള ചിന്തകൾ ഡോക്ടർ ബ്രയാന്റെ മനസ്സിൽ വന്നു. അടുത്ത തവണ കാതറിൻ വന്നപ്പോൾ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയുകയുണ്ടായി. രാത്രിയിൽ അവളുടെ വീടിന് തീപിടിച്ചു. നിയന്ത്രണം വിടാതെ വീട്ടു സാമഗ്രികൾ അവൾ പുറത്തെത്തിച്ചു. പക്ഷെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് തണുത്ത പ്രതികരണമാണ് ഉണ്ടായത്. അതിനാൽ അദ്ദേഹത്തെ അവൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നു. അന്നേരം എന്തോ ഒന്ന് എടുത്തുകൊണ്ടുവരാനായി അച്ഛൻ കാതറീനെ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്തു വസ്തുവാണെന്ന് അവൾക്ക് ഓർമ്മയില്ല. തൽക്കാലം സ്വപ്നത്തെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യേണ്ടതില്ലെന്ന് ഡോക്ടർ തീരുമാനിച്ചു. ഹിപ്നോട്ടിക് നിദ്രയിൽ ഇതിനെക്കുറിച്ച് അറിയാമെന്ന് അദ്ദേഹം കരുതി. കാതറിൻ ഹിപ്നോ നിദ്രയിലേക്ക് മുഴുകി. ഒരു പർവ്വതത്തിനടുത്ത് ഒരു കെട്ടിടമുണ്ട്. അവിടെയാണ് താമസം. പർവ്വതം മഞ്ഞു പുതച്ച് കിടക്കുന്നു. താഴ്വരം പച്ചപ്പ് നിറഞ്ഞതാണ്. അവിടെയാണ് മാർബിൾ കൊണ്ടുള്ള ഈ കെട്ടിടം. പക്ഷേ ഇതൊരു കാരാഗൃഹമാണെന്ന് തോന്നുന്നു. കാരണം ചുറ്റിലും പട്ടാളക്കാരുടെ കാവലുണ്ട്. തനിക്ക് ഒരു ആൺകുട്ടിയെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ബ്രയാൻ അത് നിന്റെ മകനാണോ എന്ന് അന്വേഷിച്ചു. അല്ല എന്നവൾ ഉത്തരം നൽകി. ആ സ്ഥലം ഉക്രൈനാണെന്നും കാലം 1758 ആണെന്നും അവൾ മനസ്സിലാക്കി. കീറിപ്പറഞ്ഞ വസ്ത്രമാണ് ആൺകുട്ടി ധരിച്ചിരിക്കുന്നത്. അവൻ്റെ പിതാവ് ജയിലിലാണ്. പട്ടാളക്കാരുടെ ഏതോ പേപ്പർ അയാൾ മോഷ്ടിച്ചു എന്നതാണ് കുറ്റം. അവന് കാര്യങ്ങൾ മുഴുവനായി അറിവില്ല. പിതാവിനെ ഇനി കാണാൻ കഴിയില്ല എന്നവൻ ഭയപ്പെടുന്നു. കാതറീൻ, അവൻ്റെ എല്ലാ വികാരങ്ങളും ഭയം, ഭീതി, ഉത്കണ്ഠ എന്നിവ നിനക്കും ഉണ്ടാകുന്നില്ലേ? ഡോക്ടർ ബ്രയാൻ അന്വേഷിച്ചു. അതെ. അപ്പോൾ നീയാണോ ആ ആൺകുട്ടി? അറിയില്ല. അവൾക്ക് സ്പഷ്ടതയില്ലായിരുന്നു. ശരി, നീ മുന്നോട്ട് പോകൂ, ഡോക്ടർ നിർദ്ദേശിച്ചു. അവൻ്റെ പിതാവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിനാണ് ഈ ശിക്ഷ അനുഭവിച്ചത്. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേർ ഈ വിധം മരണശിക്ഷയ്ക്ക് വിധേയരാകുന്നു, അതും ചെയ്യാത്ത തെറ്റിന്. അവന് ഇനി വേറെ ആരെയെങ്കിലും ആശ്രയിക്കാൻ സാധിക്കുമോ എന്ന ഡോക്ടറുടെ ചോദ്യത്തിന് ഉണ്ടാവാം. പക്ഷേ അവൻ്റെ ജീവിതം കഷ്ടത നിറഞ്ഞതായിരിക്കും. ചിലപ്പോൾ മരണം സംഭവിക്കാം. അവളുടെ ശബ്ദം സങ്കടം നിറഞ്ഞതായിരുന്നു. വേറെ എന്തെല്ലാം കാണുന്നുണ്ട്? ഒന്നുമില്ല, ഇരുട്ട് മാത്രം. നീ കുട്ടിയെ വേർപിരിഞ്ഞോ എന്ന ചോദ്യത്തിന് ഉവ്വ് എന്നവൾ മറുപടി പറഞ്ഞു. എന്താണ് നീ മനസ്സിലാക്കിയ പാഠം? നാം ഒരിക്കലും ധൃതിയുള്ള വിധികർത്താക്കളായി മാറരുത്. നമ്മുടെ ധൃതി കൊണ്ട് പല ജീവിതങ്ങളും നശിച്ചുപോയിട്ടുണ്ട്. അവൻ്റെ പിതാവിനെതിരെ ധൃതിയിലെടുത്ത തീരുമാനം അവനെ നശിപ്പിച്ചു. അവൾ വല്ലാതെ സങ്കടത്തിലായിരുന്നു. ഡോക്ടർ അവളോട് വിശ്രമിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഡോക്ടർ അവൾ കണ്ട സ്വപ്നത്തെ ചുരുളഴിക്കാനായി ഉറച്ചു. ആ സ്വപ്നത്തെ ഓർമ്മിപ്പിച്ച്, നീ എന്തെടുക്കാനായാണ് വീണ്ടും കത്തിക്കൊണ്ടിരുന്ന വീട്ടിലേക്ക് പോയത് എന്ന് ചോദിച്ചപ്പോൾ അതൊരു ലോഹപ്പെട്ടിയായിരുന്നു. അദ്ദേഹം കളക്ട് ചെയ്തിരുന്ന സ്റ്റാമ്പുകളും നാണയങ്ങളും അതിലുണ്ടായിരുന്നു എന്നവൾ മറുപടി പറഞ്ഞു. ജീവൻ പണയപ്പെടുത്തി അതെടുക്കാനുള്ള അത്യാവശ്യം എന്തായിരുന്നു? നിന്റെ പിതാവ് എന്തുകൊണ്ട് സ്വയം പോകാതെ നിന്നോടതിന് ആവശ്യപ്പെട്ടു? ഒട്ടും ആലോചിക്കാതെ അങ്ങനൊരു പ്രവൃത്തിക്ക് നീ തുനിയാനുള്ള കാരണം എന്തായിരുന്നു? സുരക്ഷിതമാണെന്ന് കരുതിയാണോ? അതെ, എനിക്ക് കുറെ കൂടി വേഗത്തിൽ പോകാൻ കഴിയും എന്ന് അറിയാമായിരുന്നതുകൊണ്ട്. പക്ഷേ അപായ സാധ്യത ഉണ്ടായിരുന്നല്ലോ. അതെ, പക്ഷേ എൻ്റെ പിതാവ് അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഡോക്ടർ ബ്രയാൻ ആ സ്വപ്നത്തെക്കുറിച്ച് വിശകലനം നടത്താൻ തുടങ്ങി. തീപിടുത്തം സമയം തീർന്നു പോകുന്നു എന്നതിൻ്റെ ചിഹ്നമായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന നിനക്ക് അത് തിരിച്ചറിയാമായിരുന്നു സമയം തീരാറാകുന്നു എന്ന്. എന്നാൽ
സാവധാനം പോയിക്കൊണ്ടിരുന്ന പിതാവിന് അതറിയാമായിരുന്നില്ല. അദ്ദേഹം അത് പഠിക്കാനും തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തെ നിർബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. തിരിച്ചറിവിലൂടെ മാത്രമേ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കൂ. ഇതിൽ നിന്ന് തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവയൊക്കെയാണ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതെ എന്നവൾ സമ്മതിച്ചു. പെട്ടെന്ന് ശബ്ദം ദൃഢതയുള്ളതും അഗാധവുമായി. നമ്മുടെ ശരീരം അഗ്നിക്കിരയാകുന്നത് പ്രാധാന്യമുള്ളതല്ലേ? പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ആവശ്യം ഇനിയും ഇല്ല എന്നു വന്നാൽ? മഹാഗുരുവിൻ്റെ ആവിർഭാവമായിരുന്നു അത്. ഡോക്ടർ ചോദിച്ചു, നമുക്ക് ശരീരത്തിൻ്റെ ആവശ്യകതയില്ലെന്നോ? അങ്ങനെയല്ല. നമ്മൾ ശൈശവത്തിൽ നിന്നും കൗമാരത്തിലേക്കും പ്രായപൂർത്തിയിലേക്കും അവസാനം വാർദ്ധക്യത്തിലേക്കും കടന്ന് മരിക്കുന്നു. എന്നാൽ അതിനുശേഷം ആത്മീയ ലോകത്തെത്തും. ഈ കടമ്പകളെല്ലാം കടക്കാതെ തന്നെ ശൈശവത്തിൽ നിന്ന് നേരിട്ട് ആത്മീയ ലോകത്തിലേക്ക് പോകുന്നതിൽ എന്താണ് അപാകത? ആത്മീയ ലോകത്തിലും നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഊർജത്തിൻ്റെ അഭാവമുണ്ട്. അതുകൊണ്ട് ഊർജം വീണ്ടെടുത്തതിനു ശേഷം കൂടുതൽ പഠനം കഴിഞ്ഞ് തീരുമാനമെടുക്കുന്ന അവസ്ഥയിലെത്തുന്നു. തത്സമയം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ പുനർജനിക്കണമെന്ന് തീരുമാനമെടുക്കാം. എന്നാൽ ചില ആത്മാക്കൾ ആത്മീയതയിലെ അടുത്ത പടിയിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ നിലനിൽപ്പ് വളർച്ചയുടെയും പഠനത്തിൻ്റെയും തുടർക്കഥയായി മാറുന്നു. അപ്രകാരം ആത്മാവ് എന്നേക്കുമായി നിലനിന്നു പോകുന്നു. പ്രസ്തുത ശബ്ദത്തിൻ്റെ ഉടമയെ ഡോക്ടർ പ്രിയാന് തിരിച്ചറിയാൻ സാധിച്ചില്ല. പുതിയൊരു മഹാഗുരുവിൻ്റെ ആവിർഭാവം ഡോക്ടർ ശ്രദ്ധിച്ചു. തനിക്ക് കൂടുതൽ അറിയണമെന്ന് തോന്നി. ഡോക്ടർ ചോദിച്ചു, ഭൗതിക ശരീരത്തിൽ നിലനിൽക്കുമ്പോഴാണോ പഠിക്കാൻ എളുപ്പം? എന്തുകൊണ്ട് എല്ലാവരും ആത്മീയ തലത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നില്ല? അല്ല, ആത്മീയ തലത്തിലാണ് പഠിത്തം എളുപ്പത്തിൽ നടക്കുന്നത്. പക്ഷേ നാം തന്നെയാണ് എന്ത് പഠിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഭൗതിക തലത്തിലോ ആത്മീയ തലത്തിലോ തുടരണമെന്ന് തീരുമാനിക്കുന്നതും നാം തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. ആത്മീയ തലത്തിൽ നിലനിൽക്കുമ്പോൾ ഭൗതിക തലവുമായി വേണമെങ്കിൽ ബന്ധപ്പെടാം, അത്യാവശ്യമെങ്കിൽ മാത്രം. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലാണ് ബന്ധപ്പെടുന്നത്? ആശയവിനിമയം എങ്ങനെ സാധിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം കാതറീനാണ് പറഞ്ഞത്. ചിലപ്പോൾ ആത്മാവിന് ബന്ധപ്പെടേണ്ട വ്യക്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. തത്സമയം ഭൗതിക തലത്തിലെ അതേ ആകൃതിയിലും ഛായയിലും സ്വയം ചെന്നു നിൽക്കാം. എന്നാൽ ചിലപ്പോൾ മനസ്സുകൾ മാത്രം ബന്ധപ്പെട്ടും കാര്യങ്ങൾ അറിയിക്കാം. ഡോക്ടർ കാതറിനോട് ചോദിച്ചു, നിനക്കിപ്പോഴുള്ള അറിവുകൾ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിനക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി വരുന്നു. എനിക്ക് തോന്നുന്നു എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ സമയത്തില്ല എന്ന്. പക്ഷേ അത് മനസ്സിലാക്കാൻ ഞാൻ സഹായിക്കുകയാണെങ്കിലോ? അപ്പോൾ അത്തരം കാര്യങ്ങൾ നിന്നെ ഭയപ്പെടുത്തുകയില്ല, പഠിത്തം എളുപ്പമാവുകയും ചെയ്യും. ശരി എന്ന് കാതറിൻ സമ്മതിച്ചു. എങ്കിൽ പറയൂ, എങ്ങനെയാണ് ഭയം മാറാൻ നീയുമായി ഞാൻ ആശയവിനിമയം നടത്തേണ്ടത് എന്ന് ഡോക്ടർ പ്രിയാൻ അന്വേഷിച്ചപ്പോൾ താങ്കൾ അത് നടത്തിയിരിക്കുന്നു എന്നവൾ പതുക്കെ മന്ത്രിച്ചു. ശരിയായിരുന്നു. കാതറിൻ്റെ പേടികളെല്ലാം അതോടെ അപ്രത്യക്ഷമായിരുന്നു. ഹിപ്നോസെഷനിൽ കൂടി അവളുടെ ഭയമെല്ലാം വളരെ പെട്ടെന്ന് അകന്നു പോയിരുന്നു. ശരി, ഇനി എന്ത് പാഠമാണ് എനിക്ക് പഠിക്കാനുള്ളത്? ഡോക്ടർ പ്രിയാൻ ചോദിച്ചു. വിശ്വാസ്യത. എനിക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും എന്നോട് തെറ്റ് ചെയ്യുന്നു എന്ന വികാരം എനിക്കുണ്ട്. അതുകൊണ്ട് ആളുകളിൽ നിന്ന് ഞാൻ ഉൾവലിയുന്നു. തെറ്റായ കൂട്ടുകെട്ടുകളിൽ അകപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അകന്നു നിൽക്കേണ്ടവരുമായി ഞാൻ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്നു. ബെക്കിയുടെയും സ്റ്റുവേർട്ടിന്റെയും കൂട്ടുകെട്ട് താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും സ്റ്റുവേർട്ട് അവളെ ഒരുതരം ബന്ധനാവസ്ഥയിലാക്കിയിരിക്കുകയാണെന്നും ബെക്കി അവളെ ശരിയായ വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്നതുമൊക്കെയായിരുന്നു കാതറിൻ പറഞ്ഞത്. ഇത്തരം ഉയർന്ന ബോധാവസ്ഥയിൽ കാതറിന് സ്റ്റുവേർട്ടും ബെക്കിയുമായുള്ള ബന്ധത്തിലെ പാളിച്ചകൾ കാണാൻ സാധിക്കുന്നു. ഹിപ്നോനിദ്രയിലെ കാതറിൻ ദയാലുവും മനോരോഗ ചികിത്സകയുമായിരുന്നു. എന്നാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലെ കാതറിനിൽ ഈ രണ്ട് സവിശേഷതകളും കാണാനാവില്ലായിരുന്നു. ഈ മൂന്ന് അവസ്ഥകളും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനാണ് ഡോക്ടർ പ്രിയാന്റെ ശ്രമം. ഇപ്പോഴുള്ള കാതറിന്റെ പുരോഗതി ഈ സന്തുലനാവസ്ഥയുടെ ആഗമനമാക്കി ഡോക്ടർ കണക്കാക്കി. എന്നാൽ ആരെയെല്ലാം നിനക്ക് വിശ്വസിക്കാം? ഡോക്ടർ പ്രിയാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കളെ എനിക്ക് വിശ്വസിക്കാം.
എൻ്റെ സഹോദരിയെ എനിക്ക് വിശ്വസിക്കാം. സ്റ്റുവേർട്ടിനെ ഒരു പരിധിവരെ മാത്രമേ വിശ്വസിക്കാനാവൂ. പിന്നെ ഡോക്ടർ റോബർട്ട്, അദ്ദേഹത്തെ എനിക്ക് വിശ്വാസമാണ് എന്നാണ് കാതറിൻ പറഞ്ഞത്. ഡോക്ടർ റോബർട്ട് ഹോസ്പിറ്റലിൽ തന്നെയുള്ള മറ്റൊരു ഡോക്ടറായിരുന്നു. ഭാവിയെക്കുറിച്ച് അവളിൽ നിന്ന് അറിയാൻ കഴിയുമോ എന്ന് ഡോക്ടർ ചിന്തിച്ചു. അതിനായി അദ്ദേഹം ഒരു പരിശ്രമം നടത്തുകയും ചെയ്തു. ഇല്ല, എനിക്കത് കാണാനാവുന്നില്ല. അവർ അതിന് സമ്മതിക്കുന്നില്ല. ആര്? ഗുരുക്കന്മാരോ? അവർ നിന്റെ അരികിലുണ്ടോ? അവർ സംസാരിക്കുന്നുണ്ടോ നിന്നോട്? അടുത്തുണ്ട്, പക്ഷെ സംസാരിക്കുന്നില്ല. പക്ഷേ അവരെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ശരി, വേണ്ട. ഗുരുക്കന്മാർ ഒന്നും സംസാരിക്കാതെ പോലും നിനക്ക് സന്ദേശങ്ങൾ തരാറുണ്ടോ? അവർ നിന്റെ മനസ്സിൽ വിചാരങ്ങൾ സൃഷ്ടിക്കാറുണ്ടോ? ഉണ്ട്, അവർക്കതിന് കഴിയും. അങ്ങനെയെങ്കിൽ പൂർവ്വജന്മത്തെക്കുറിച്ച് തരുന്ന ഈ വിവരണങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരിക്കും, അല്ലേ? ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി, നമ്മെ പഠിപ്പിക്കുവാനായി, ഭയത്തെ ഉന്മൂലനം ചെയ്യുവാനായി അവൾ തുടർന്നു. അനവധി രീതിയിൽ അവർക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കും. അവരുടെ നിലനിൽപ്പിനെക്കുറിച്ച് അറിയിക്കാനായി പല രീതിയിൽ നമ്മളുമായി ബന്ധപ്പെടും. എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. അശരീരിയിൽ കൂടിയോ മനസ്സിൽ കാണുന്നത് വഴിയോ അതീന്ദ്രിയ അറിവുകൾ വഴിയോ മനസ്സിൽ വിചാരങ്ങളെ പ്രതിഷ്ഠിക്കപ്പെട്ടതു വഴിയോ ലഭ്യമായ കാര്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. ഗുരുക്കന്മാർ നിലനിൽക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയും അതിനുപരി അറിവും ഉൾക്കാഴ്ചയും പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും ദൈവതുല്യരാക്കാൻ വേണ്ടിയുമായിരുന്നു ഈ പ്രക്രിയ സംഭവിച്ചുകൊണ്ടിരുന്നത്. നിന്നെ എന്തുകൊണ്ടാണ് അവർ തിരഞ്ഞെടുത്തത് എന്നറിയാമോ? ഇല്ല. ഒരു മാധ്യമമാക്കാനായിട്ടായിരുന്നോ? അല്ല. ഇത് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ. നാം ചിരഞ്ജീവികളാണെന്ന് മനസ്സിലായല്ലോ. അത് നമ്മുടെ മനസ്സിലെ ഭയം ദൂരീകരിച്ചു തരുന്നില്ലേ? ഇത് നല്ലതിനല്ലേ? ഡോക്ടർ അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു. ഡോക്ടർ പ്രിയാൻ തുടർന്നു. ഒരു ജന്മത്തിൽ നീ കുട്ടിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? നിന്റെ സഹോദരിയുടെ വിവാഹദിനം പൂന്തോട്ടത്തിൽ കുതിരകൾക്കൊപ്പം നിൽക്കുകയായിരുന്നു നിങ്ങൾ. അത് പുനഃപരിശോധിച്ചാൽ ഗുണകരമാവുമോ? ആ ഓർമ്മകൾ ഇനി തിരിച്ചു വരില്ല. ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, അറിവ് നേടാറുണ്ട്. ഓരോ ജീവിതത്തിൽ നിന്നും പുനഃപരിശോധിക്കാവുന്നതാണ്. പക്ഷേ ഓർമ്മകൾ തിരിച്ചു വരില്ല. ഡോക്ടർ പ്രിയാൻ അവളുടെ ഓർമ്മകളെ അവളുടെ പിതാവിലേക്ക് തിരിച്ചു. നിന്റെ പിതാവുമായുള്ള ബന്ധവും നിന്റെ ജീവിതത്തെ അഗാധമായി ബാധിച്ചിട്ടുണ്ട്. അവൾ അതേ എന്ന് ഉത്തരം നൽകി. അതും പുനഃപരിശോധിക്കപ്പെടേണ്ടതല്ലേ? മുൻ ജീവിതത്തിൽ നിന്ന് നീ പലതും പഠിച്ചിട്ടുണ്ടല്ലോ. ഉക്രൈനിലെ പിതാവ് നഷ്ടപ്പെട്ട കുട്ടിയെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്ക്. നിനക്ക് നിന്റെ പിതാവ് ഇപ്പോഴും കൂടെയുണ്ടല്ലോ. തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ചുമട് തന്നെയാണത്. അതിറക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഡോക്ടർ ബ്രിയാൻ പറയാൻ ശ്രമിച്ചത്. എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ കടന്നു വരുന്നു, കാതറിൻ ഉടൻ പറഞ്ഞു. എന്താണത്? ഓപ്പറേഷൻ സമയത്ത് ബോധം കെടുത്താനുള്ള മരുന്ന് കുത്തിവെക്കാറുണ്ട്. അന്നേരം രോഗികൾക്ക് ചെവി കേൾക്കാമെന്ന കാര്യം ഡോക്ടർമാർ മറക്കുന്നു. ആ സമയം സംസാരിക്കുന്ന കാര്യങ്ങൾ രോഗിയുടെ ഉപബോധ മനസ്സിൽ കയറുന്നുണ്ടെന്ന് അവർ ഓർക്കുന്നില്ല. കാതറിൻ്റെ തൊണ്ടയുടെ ഓപ്പറേഷൻ സമയത്ത് ശ്വാസം മുട്ടിയേക്കാമെന്ന് അവർ തമ്മിൽ പറയുന്നത് അവൾ കേൾക്കുകയുണ്ടായി. അത് ഒരു ഉത്കണ്ഠയായി മാറി. ഓപ്പറേഷന് ശേഷം സ്ഥിതി വഷളാവുകയും ശ്വാസം മുട്ടുമെന്ന ഭയം വർദ്ധിക്കുകയും ചെയ്തു. നഴ്സുമാർ മണിക്കൂറുകളോളം സമാശ്വസിപ്പിച്ച ശേഷമാണ് അവളിൽ ശാന്തത കൈവന്നത്. ഡോക്ടർ പ്രിയാൻ ഇത്തരം അവസ്ഥകളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പരിശീലന കാലഘട്ടങ്ങളിൽ രോഗി അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ അവരൊക്കെയും നടത്തിയിരുന്ന സംഭാഷണങ്ങൾ, കളിയാക്കലുകൾ, ശാപവാക്കുകൾ, ക്ഷോഭങ്ങൾ ഇവയെല്ലാം പരിശീലകരിൽ നിന്ന് വിദ്യാർത്ഥികളും പിന്തുടർന്നിരുന്നു. ഉപബോധ മനസ്സിൽ രോഗികൾ എന്തെല്ലാമായിരിക്കും കേട്ടിട്ടുണ്ടാവുക? ഉണർന്നതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ഭയവും ഉത്കണ്ഠയുമായി അവർക്കുള്ളിൽ കയറിക്കൂടിയിട്ടുണ്ടാവും? ഓപ്പറേഷനു ശേഷമുള്ള അവരുടെ സുഖം പ്രാപിക്കൽ പ്രക്രിയയെ അതെങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാവുമോ? ഇത്തരം സംഭാഷണങ്ങളിൽ നിന്നും ഉദിച്ച എതിർവികാരങ്ങളും ആദിയും മൂലം രോഗികളാരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാകുമോ? ഇത്തരം ചോദ്യങ്ങൾ ഡോക്ടർ പ്രിയാന്റെ മനസ്സിൽ ഉയർന്നു വന്നു. ആ സെഷന് ശേഷം കാതറിൻ്റെ
ശ്വാസം മുട്ടുമെന്ന ഭീതി പൂർണ്ണമായി മാറി. അത്രയും ലളിതമായിരുന്നു പ്രശ്നത്തിന്റെ ഉത്തരം. ഇപ്പോൾ നീ സ്വതന്ത്രയാണോ? ബോധം കെടുത്തലുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ വളരെ വലുതാണ്. അത് നിന്റെ ശ്വാസം മുട്ടലിന്റെ ഉറവിടമായിരുന്നു. അത് എനിക്കല്ല, താങ്കൾക്കാണ് പ്രാധാന്യം നിറഞ്ഞത് എന്ന് അവളുടെ മറുപടി ഡോക്ടറുടെ മനസ്സിൽ അലകൾ സൃഷ്ടിച്ചു. അവളുടെ ലളിതമായ ഉത്തരത്തിന് പല തലത്തിലുള്ള അർത്ഥങ്ങളുണ്ടായിരുന്നു. ഒരുപാട് അർത്ഥവും വ്യാപ്തിയുമുണ്ട്. എല്ലാം പൂർണ്ണമായി തന്നെ ഡോക്ടർ ഉൾക്കൊണ്ടു. കാരണം ഡോക്ടർ ബ്രിയാനാണ് അസുഖം സുഖപ്പെടുത്തുന്നയാൾ. രോഗം ഭേദപ്പെടുത്തുന്ന ക്രിയകൾ രോഗശമനത്തേക്കാൾ പ്രാധാന്യമുള്ളതായിരിക്കണം. അന്ന് അവർ രണ്ടുപേരും വലിയ ഒരു പാഠം പഠിച്ചിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞൊരു നാൾ കാത്രീൻ ഉറക്കത്തിലൊരു ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടെഴുന്നേറ്റു. അപ്പോൾ സമയം 3:30. ആശ്വാസത്തിനായി ഡോക്ടറുടെ മുഖം മനസ്സിൽ കണ്ട് അവൾ ഹിപ്നോധ്യാനം ചെയ്യാൻ തുടങ്ങി. 3:36 ഡോക്ടർ ബ്രിയാൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഒരു മുഖം മുന്നിൽ കാണുകയും അവൾ ഡോക്ടറിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതായി തോന്നി. ഒരു ശബ്ദവും കേട്ടല്ല താൻ എഴുന്നേറ്റതെന്ന് ബ്രിയാന് വ്യക്തമായിരുന്നു. ഭാര്യ ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു. ഡോക്ടർ ബ്രിയാൻ ഇക്കാര്യത്തെ വകവയ്ക്കാതെ പിന്നെയും ഉറങ്ങാൻ ശ്രമിച്ചു. കാത്രീനിൽ അതീന്ദ്രിയത വർദ്ധിക്കുകയായിരുന്നു. അതോടൊപ്പം ഡോക്ടർക്കും ആ ഗുണം കിട്ടിത്തുടങ്ങിയിരുന്നു. കാലക്രമേണ രോഗിയും ചികിത്സകനും തമ്മിലുണ്ടാകുന്ന പ്രതിപ്രവർത്തന ബന്ധങ്ങളെക്കുറിച്ച് ഡോക്ടർ ബ്രിയാന്റെ പ്രൊഫസർ സംസാരിക്കുന്നത് ഡോക്ടർ ഓർത്തു. ഇവിടെ രോഗി തന്റെ വികാര വിചാരങ്ങളും സ്വപ്നങ്ങളും ആശകളും എല്ലാം ചികിത്സകനോട് പറഞ്ഞു, അല്ലെങ്കിൽ പകരുന്നു. ചികിത്സകൻ രോഗിയുടെ മുൻകാല പരിചയക്കാരനുമാണ്. ചികിത്സകനാകട്ടെ തന്റെ ഉപബോധ മനസ്സിൽ അതിന്റെ പ്രതികരണം അനുഭവപ്പെടുകയും അപ്രകാരം രോഗിയോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇതാണ് രോഗി ചികിത്സക ക്രയവിക്രയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതേ ദിവസം പകൽ 3:30 സംഭവിച്ചത് ക്രയവിക്രയമായിരുന്നില്ല. ഇവിടെ ഒരു അതീന്ദ്രിയ ഗതാഗതത്തിന്റെ പാത തുറക്കുകയായിരുന്നു. സാധാരണ തരംഗങ്ങളുടെ സാധാരണ പാതയിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു അതിന്റെ സഞ്ചാരം. ഹിപ്നോസിസ് പ്രക്രിയ എങ്ങനെയോ ഈ തരംഗപാത തുറന്നിരിക്കുന്നു. പക്ഷേ വേറൊരു സാധ്യതയും ഉണ്ട്. വ്യത്യസ്തരായ ഒരു കൂട്ടം പ്രേക്ഷകർ, ആത്മാക്കളും ഗുരുക്കന്മാരും ഉൾപ്പെട്ട ഒരു അസ്തിത്വമായിരുന്നു ഈ പുതിയ തരംഗപാത തുറക്കാൻ ഹേതുവായത്. എന്തായാലും അടുത്തൊരു ഹിപ്നോ സെഷനിലേക്ക് അവർ പോകുന്നു. ആദ്യം അവൾ കണ്ടത് ഒരു അഗ്നിപർവ്വതം പുകയുന്നതാണ്. ഭയപ്പെടുത്തുന്ന, ശ്വാസം മുട്ടിക്കുന്ന ആ ദർശനത്തിൽ നിന്ന് പിന്നീട് അവൾ മാറി. പിന്നെ അവൾ കാണുന്നത് ഒരു വലിയ വീടാണ്. അവിടുത്തെ വേലക്കാരിയാണ് കാത്രീൻ. 13-14 വയസ്സാണ് അവൾക്ക്. അപ്പോൾ അവൾ ഭാവിയെക്കുറിച്ച് അറിയാൻ ഒരു കൈനോട്ടക്കാരിയെ കാണാനായി പോകുന്നു. ഡോക്ടർ ബ്രിയാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. കുറച്ചുനേരം അവൾ മിണ്ടാതിരുന്നു. അവൾ വിശ്രമാവസ്ഥയിലാണെന്ന് ഡോക്ടർ ബ്രിയാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ മരിക്കാതെ തന്നെ വിശ്രമ സമയത്തെ അവസ്ഥ കൈവരിക്കാനുള്ള കഴിവ് ഇതിനോടകം കാത്രീന് ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. എന്താണ് നീ കാണുന്നത്? രത്നങ്ങൾ, രത്നങ്ങൾ എന്ന് തോന്നിക്കുന്ന പ്രകാശബിന്ദുക്കൾ. പെട്ടെന്ന് കാത്രീന്റെ ശബ്ദം ഉറച്ചതും ഉച്ചത്തിലുള്ളതുമായി. അനേകം വാക്കുകളും വിചാരങ്ങളും ഇവിടെ പറന്നു നടക്കുന്നുണ്ട്. സഹവർത്തിത്വത്തെക്കുറിച്ചാണത്, സന്തുലിതാവസ്ഥയെക്കുറിച്ച്. മഹാഗുരുക്കന്മാരുടെ സാന്നിധ്യം ഡോക്ടർ മനസ്സിലാക്കി. എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്, പറഞ്ഞു തരാമോ? കാത്രീന്റെ ശബ്ദം ഉയർന്നു തുടങ്ങി. കവിയായ മഹാഗുരുവിന്റെ ശബ്ദമായിരുന്നു അത്. എല്ലാം സന്തുലിതാവസ്ഥയിലായിരിക്കണം. പ്രകൃതി സന്തുലിതാവസ്ഥയിലാണ്. ജന്തുക്കൾ ഐക്യത്തോടെ കഴിയുന്നു. എന്നാൽ മനുഷ്യർ മാത്രം അത് ഇതുവരെ പഠിച്ചിട്ടില്ല. അവർ അവരെ തന്നെ സ്വയം നശിപ്പിക്കുന്നു. ഐക്യവും ആസൂത്രണവും മനുഷ്യരുടെ ജീവിതത്തിനില്ല. പക്ഷേ പ്രകൃതിയിൽ വളരെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. പ്രകൃതിയിൽ ഐക്യവും സന്തുലിതാവസ്ഥയുമുണ്ട്. പ്രകൃതി ഊർജവും ജീവൻ ഇവയുടെ പുനർനിർമ്മാണവുമാണ്. പക്ഷേ മനുഷ്യർ പ്രകൃതിയെ നശിപ്പിക്കുന്നു. അവസാനം അവർ സ്വയം നശിക്കുകയും ചെയ്യും. അശുഭസൂചകമായ ഈ ഒരു പ്രവചനം കേട്ട് ഡോക്ടർ ഉടനൊന്നും സംഭവിക്കരുതേ എന്ന് ആശിച്ചു. എന്നാണിത് സംഭവിക്കാൻ പോകുന്നത്? ഇത് ഞങ്ങളുടെ ജീവിതകാലത്ത് സംഭവിക്കുമോ? നിങ്ങൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ മുമ്പ് ഇത് സംഭവിച്ചിരിക്കും. ചെടികളും പക്ഷിമൃഗാദികളും തുടരും. പക്ഷേ മനുഷ്യർ തുടർന്നു പോകില്ല. ഈ നാശം തടയാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? കാത്രീനാണ് മറുപടി പറഞ്ഞത്.
നമ്മുടെ ജീവിതകാലത്ത് സംഭവിക്കുകയില്ല. തത്സമയം നമ്മൾ രണ്ടുപേരും വേറൊരു പ്രതലത്തിലായിരിക്കും. പക്ഷേ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. മനുഷ്യരാശിയിലെ വരുംവരായികകൾ പഠിപ്പിക്കാൻ നിർവാഹമില്ലേ? മയപ്പെടുത്തുന്ന ഒരു സാധ്യത ആരാഞ്ഞുകൊണ്ട് ഡോക്ടർ ബ്രിയാൻ തിരക്കി. അതെല്ലാം വേറൊരു തലത്തിലുണ്ടാകും. അവിടെ നിന്ന് പഠിക്കും. നമ്മുടെ ആത്മാക്കൾ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പുരോഗതി പ്രാപിക്കുമോ? അതെ, നാം അത് കാണാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവരെയും എനിക്ക് പഠിപ്പിക്കുവാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞു കൊടുക്കുവാൻ എന്ത് മാർഗമാണുള്ളത്? അതോ അവരെല്ലാം സ്വയം പഠിക്കേണ്ടതായിട്ടുണ്ടോ? താങ്കൾക്ക് എല്ലാവരെയും പ്രാപ്യമല്ല. ഈ ഉന്മൂലനത്തെ പ്രതിരോധിക്കാൻ എല്ലാവരെയും പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു വ്യക്തിക്ക് സാധ്യമല്ല. അത് നിർത്താൻ സാധ്യവുമല്ല. പക്ഷേ അവർ വഴിയെ പഠിച്ചുകൊള്ളും. സാവധാനം കൈവരിക്കും. പക്ഷെ ഈ പ്രതലത്തിലായിരിക്കുകയില്ല. അപ്പോൾ സമാധാനം കൈവരിക്കുമോ? അതെ, വേറൊരു പ്രതലത്തിൽ വെച്ച്. അത് വിദൂരസ്ഥമാണല്ലോ. മനുഷ്യർ നിസ്സാരരാണ്. അത്യാഗ്രഹികളും അധികാര ദുർമോഹികളും അതിമോഹക്കാരുമായി മാറിയിരിക്കുന്നു. സ്നേഹം, പരസ്പര ധാരണ, അറിവ് എന്നീ നല്ല ഗുണങ്ങൾ ഇല്ലാതായിരിക്കുന്നു. വളരെയധികം പഠിക്കാനുണ്ട്. ശരിയാണ്. പക്ഷേ എൻ്റെ എഴുത്തിലൂടെ ഇത്തരം ആൾക്കാരെ സഹായിക്കാൻ തനിക്ക് കഴിയുമോ? വഴി നിങ്ങൾക്കറിയാം. ഞങ്ങൾ പറഞ്ഞു തരേണ്ടതില്ല. എല്ലാവരും ആ തലത്തിൽ ചെല്ലും. ഇതെല്ലാം പാഠങ്ങളാണ്, അതോടൊപ്പം ശിക്ഷയുമാണ്. ഡോക്ടർ ബ്രിയാൻ സമ്മതിച്ചു. ഇപ്പോൾ കേട്ട പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മനസ്സിലാക്കാൻ തനിക്ക് സമയം വേണമായിരുന്നു. ഈ നാടകീയമായ ഉത്ബോധനം കേട്ട് മതിമറന്നിരിക്കുകയായിരുന്നു ഡോക്ടർ. കുറച്ചു കഴിഞ്ഞ് കാതറിൻ തുടർന്നു. ആ രത്നങ്ങൾ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഒരാത്മാവ് മാത്രം എന്നെ തുറച്ചു നോക്കുന്നുണ്ട്. ആരാണയാൾ? ഡോക്ടർ ബ്രിയാൻ അന്വേഷിച്ചു. ഡോക്ടർ എഡ്വേർഡ്. അത് എഡ്വേർഡാണ്. നിന്നോട് സംസാരിക്കുന്നുണ്ടോ? ഇല്ല, നിരീക്ഷിക്കുകയാണ് നമ്മുടെ സംഭാഷണങ്ങൾ. ഇപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുന്നു. കാതറിനെ കാത്തുരക്ഷിക്കുന്ന ഒരു ഗാർഡിയൻ ഏഞ്ചലായിരുന്നോ ഡോക്ടർ എഡ്വേർഡ് എന്ന് ബ്രിയാൻ സംശയിച്ചു. ആത്മാക്കൾക്കിടയിലുള്ള സീനിയോറിറ്റിയെക്കുറിച്ചും ഡോക്ടർ ചിന്തിച്ചുപോയി. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഗാർഡിയൻ ഏഞ്ചൽസ്, ഗുരുക്കന്മാർ, മഹാഗുരുക്കന്മാർ, പല രീതിയിൽ ആത്മീയ വികാസം പ്രാപിച്ചവരുണ്ടായിരിക്കാമെന്ന് കരുതി. അറിവും വിവേകവും കൂടുന്നതിനനുസരിച്ച് ആത്മാക്കളുടെ സ്ഥാനവും കൂടും. അവസാനം ദൈവതുല്യത കൈവന്ന് ദൈവത്തോട് ചേരുകയാണോ എന്ന് ഡോക്ടർ ചിന്തിച്ചു. നൂറ്റാണ്ടുകളായി പുണ്യപുരുഷന്മാരും യോഗികളും പറഞ്ഞുകൊണ്ടിരുന്നതും ഇതേ തത്വമാണ്. കാതറിൻ്റെ സഹായത്തോടെ അത്തരം കാര്യങ്ങൾ ഡോക്ടർ ബ്രിയാന് നേരിട്ടല്ലാതെയാണെങ്കിലും ദർശിക്കുവാൻ സാധിച്ചു. കാതറിൻ നിശബ്ദത പാലിച്ചു. അവളുടെ മുഖത്ത് പ്രശാന്തത പടർന്നിരുന്നു. അവളിൽ എന്തൊരു അസാധാരണമായ കഴിവുകളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിതത്തിനും മരണത്തിനുമപ്പുറം കാണാനുള്ള കഴിവ്, ദൈവതുല്യരോട് സംസാരിക്കാൻ കഴിയുക, അവരിൽ നിന്നും അറിവുകൾ സ്വീകരിക്കുക, ഇവയെല്ലാം കാതറിന് കൈവശം വന്നു ചേർന്നിരിക്കുന്നു. ഡോക്ടർ ബ്രിയാനും കാതറിനും അറിവിൻ്റെ മരത്തിലെ കായ്കൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും എത്ര ഫലങ്ങൾ കൂടിയുണ്ട് എന്ന് മാത്രം അവർ ചിന്തിച്ചു. കരോളിൻ്റെ മാതാവ് മിനറ്റെ അർബുദ രോഗത്താൽ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അർബുദം മാറിടത്തിൽ നിന്നും എല്ലുകളിലേക്കും കരളിലേക്കും വ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 4 വർഷമായി രോഗം പടരുകയായിരുന്നു. കീമോതെറാപ്പി കൊണ്ട് വേഗം കുറയ്ക്കാൻ സാധ്യമല്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വേദനകളും ബലഹീനതകളും സമചിത്തതയോടെ അഭിമുഖീകരിച്ച ഒരു ധീര വനിതയായിരുന്നു മിനറ്റെ. അവരുടെ മരണം ആസന്നമാണെന്ന് ഡോക്ടർ ബ്രിയാന് അറിയാമായിരുന്നു. മിനറ്റെയുമായി കാതറിൻ്റെ അനുഭവങ്ങൾ ഡോക്ടർ പങ്കുവച്ചു. പ്രായോഗിക നിലപാടുള്ള മിനറ്റെ ഡോക്ടർ പങ്കുവച്ച കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും കൂടുതൽ അറിയാൻ താൽപ്പര്യപ്പെടുകയും ചെയ്തു. ഇക്കാര്യം സംബന്ധിച്ച കുറേ പുസ്തകങ്ങൾ ഡോക്ടർ അവർക്ക് വായിക്കാനായി കൊടുത്തു. മിനറ്റയുടെ ശാരീരിക പ്രശ്നങ്ങൾ അധികരിച്ചെങ്കിലും അവരുടെ ആത്മവിശ്വാസം വളരെ വർദ്ധിച്ചു. അവരിലുണ്ടായിരുന്ന മരണഭയം തന്നെ കുറഞ്ഞു വന്നു. സ്നേഹസമ്പന്നനായ ഭർത്താവുമായുള്ള കൂടിച്ചേരലിനു വേണ്ടി കാത്തിരുന്നു അവൾ. ആത്മാവിൻ്റെ അനശ്വരതയിൽ വിശ്വസിക്കുന്നത് വഴി മിനറ്റയ്ക്ക് വേദന സഹിക്കാനുള്ള കഴിവും വർദ്ധിച്ചു. അവരുടെ 2ാമത്തെ പുത്രി ഡോണയുടെ കുഞ്ഞിൻ്റെ ജനനത്തിനു വേണ്ടി കാത്തിരുന്ന് സ്വന്തം ജീവിതം പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു മിനറ്റെ. അവർ കാതറിനെ ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു.
രണ്ടുപേരിലും കണ്ട നിമിഷം തന്നെ സൗഹാർദ്ദതയും ഊഷ്മളത ഉടലെടുത്തിരുന്നു. കാത്രീൻ്റെ സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ഫലമായി മരണാനന്തര ജീവിതം സത്യമാണെന്ന് മിനിറ്റയ്ക്ക് തോന്നിയിരുന്നു. മരണത്തിന് ഒരാഴ്ച മുമ്പ് ആശുപത്രിയിലെ ക്യാൻസർ വിഭാഗത്തിലേക്ക് മിനിറ്റയെ മാറ്റിയിരുന്നു. കരോളും ഡോക്ടർ ബ്രിയാനും മിനിറ്റയുമായി ആത്മാവിൻ്റെ ജനന മരണങ്ങളെക്കുറിച്ചും മറ്റും സദാ സംസാരിച്ചു കൊണ്ടിരുന്നു. വളരെ ആത്മാഭിമാനമുള്ള മിനിറ്റെ ആശുപത്രിയിൽ കിടന്ന നഴ്സുമാരുടെയും മറ്റും പരിചരണം അനുഭവിച്ചു കൊണ്ട് തന്നെ മരിക്കാൻ സന്നദ്ധയായി. ഡോണയും അവളുടെ ഭർത്താവും 6 ആഴ്ച പ്രായമുള്ള കുഞ്ഞുവാവയും സദാ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു. മിനിറ്റെ മരിക്കുന്ന ദിവസം വീട്ടിലേക്ക് വന്ന ഡോക്ടർ ബ്രിയാനും ഭാര്യയ്ക്കും വീണ്ടും ആശുപത്രിയിലേക്ക് തിരിച്ചു പോകണമെന്ന ചിന്ത കഠിനമായി തോന്നുകയും അവർ തിരിച്ച് ആശുപത്രിയിലേക്ക് തന്നെ ചെല്ലുകയും ചെയ്തു. അടുത്ത 6-7 മണിക്കൂർ സമയം ആത്മീയതയുടെയും അതീന്ദ്രിയതയുടെയും ഊർജം എല്ലാവർക്കും അനുഭവപ്പെട്ടു. ശ്വാസതടസ്സമുണ്ടായിരുന്നെങ്കിലും മിനിറ്റയ്ക്ക് വേദന തോന്നിയിരുന്നില്ല. എല്ലാവരും വിശ്രമതലത്തെക്കുറിച്ചും ജ്യോതിയെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരുന്നു. മരണത്തിനു മുമ്പ് സ്വന്തം ജീവിതം അവർ അവലോകനം ചെയ്യുകയും തെറ്റായ കാര്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു. ഈ പ്രക്രിയ കഴിയാതെ മരണം അടയരുത് എന്നവർ ചിന്തിച്ചു കാണണം. പ്രഭാതത്തിൽ ഒരു പ്രത്യേക സമയത്ത് മരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു മിനിറ്റെ. ആ സമയം വന്നണയാൻ അക്ഷമയോടെ കാത്തിരുന്നു. ഡോക്ടർ ബ്രിയാൻ അപ്രകാരം മാർഗദർശനം കൊടുത്ത ആദ്യത്തെ വ്യക്തിയായിരുന്നു മിനിറ്റെ. അപ്രകാരം അവരെ ശാക്തീകരിച്ചെടുക്കുകയും അവർ വേർപിരിഞ്ഞ ദുഃഖം പരിമിതപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. ഡോക്ടർ ബ്രിയാന്റെ ചികിത്സാ വൈദഗ്ധ്യം കാര്യമായി വർദ്ധിച്ചു വന്നിരിക്കുന്നു. രോഗികളുടെ ഭീതിയും ഉത്കണ്ഠയും മാത്രമല്ല ഡോക്ടർ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയത്, മരണാസന്നരുടെ ദുഃഖത്തെയും ഭയത്തെയും ഡോക്ടർ മാറ്റിയെടുത്തു. ഡോക്ടർ ബ്രിയാനെ അതീന്ദ്രിയമായി തന്നെ കാര്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ഡോക്ടറിൽ കൂടി പ്രശാന്തതയും പ്രത്യാശയും പകർന്നു കൊടുക്കാൻ സാധിച്ചു. മിനാറ്റയുടെ മരണശേഷം മരണാസന്നരായ അനേകം പേരെ ഡോക്ടർക്ക് സഹായിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം വേർപെട്ടു പോയവരെക്കുറിച്ച് അഴലുന്ന അനേകം പേർക്ക് സഹായഹസ്തം നൽകുവാനും സാധിച്ചു. അവരിൽ പലരും കാത്രീൻ സംഭവങ്ങളെക്കുറിച്ച് അറിയാൻ പാകം ചെന്നവരായിരുന്നില്ല. പുനർജന്മ പ്രക്രിയ മനസ്സിലാക്കാൻ പോലും പക്വതയുള്ളവരായിരുന്നില്ല താനും. എങ്കിലും അവരിൽ ഡോക്ടർക്ക് അതിലെ സന്ദേശങ്ങൾ എത്തിക്കുവാൻ സാധിച്ചു. ഡോക്ടറുടെ ശബ്ദത്തിലെ മൃദുലതയും അവരുടെ ഭീതിയുമായുള്ള സ്വയം താതാത്മ്യതയും സ്പർശനവും വാക്കുകളും സാന്ത്വനവുമെല്ലാം സന്നദ്ധരായിട്ടുള്ളവർക്ക് പുനർജന്മ സിദ്ധാന്തങ്ങളെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളുടെ പേര് വിവരങ്ങളും കാത്രീൻ സംഭവങ്ങളും വിവരിച്ചു കൊടുത്തും പോന്നു. അങ്ങനെ പുതിയൊരു കവാടവും തുറന്നിട്ടു. പാകതയും തയ്യാറുമായിരുന്നവർക്ക് പെട്ടെന്ന് ശാന്തി ലഭിക്കുകയും അന്തർക്കാഴ്ച ഉണ്ടാവുകയും ചെയ്തു. ചികിത്സകർ തുറന്ന മനസ്ഥിതിയുള്ളവരായിരിക്കണമെന്ന് ഡോക്ടർ ഉറച്ചു വിശ്വസിച്ചു. കാത്രീൻ ഉണ്ടായതുപോലെയുള്ള മറ്റുള്ളവരുടെ മരണാനുഭവങ്ങളും ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്നതുപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗവേഷണങ്ങളും ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്നതാണ് ഡോക്ടർ ബ്രിയാന്റെ അഭിപ്രായം. ചികിത്സകർ മരണശേഷമുള്ള ജീവിത സാധ്യത കണക്കിലെടുത്തു വേണം രോഗികൾക്ക് ചികിത്സാ ഉപദേശങ്ങൾ നൽകുവാൻ. അവർ ഹിപ്നോരീതികൾ പ്രയോഗിക്കേണ്ടതില്ലെങ്കിലും ഒരു തുറന്ന മനസ്സോടെ രോഗികളെ സമീപിക്കുകയും കിട്ടിയ അറിവുകൾ പങ്കുവയ്ക്കുകയും അതേസമയം രോഗിയുടെ അനുഭവങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും വേണം. മനുഷ്യവംശം നാശത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണല്ലോ. എയ്ഡ്സ്, അണുബോംബ് കൊണ്ടുണ്ടാവുന്ന സർവനാശം, തീവ്രവാദം, മാറാരോഗങ്ങൾ, മറ്റു മഹാവിപത്തുകൾ എല്ലാം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരായ പലരും അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് പോലും ഭയക്കുന്നുണ്ട്. ഇതെല്ലാം സമൂഹം അനുഭവിക്കുന്ന മനസ്സമ്മർദ്ദത്തിൻ്റെ പ്രതിഫലനമാണ്. ഡോക്ടർ ബ്രിയാന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ കാത്രീൻ്റെ സന്ദേശങ്ങൾക്ക് മിനിറ്റെ പ്രതികരണം പ്രോത്സാഹനജനകമായിരുന്നു. ശാരീരിക വേദനയും പേശിനാശങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിലും മിനിറ്റയുടെ ആത്മാവിന് ശ്വാസം ബലപ്പെടുകയും അതുവഴി പ്രത്യാശയുടെ തോന്നലുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സന്ദേശം നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, മറ്റു ചികിത്സകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഉണ്ടായിട്ടുള്ള സമാനമായ കാത്രീൻ അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ കാത്രീൻ അനുഭവങ്ങളുടെ സാധ്യത തെളിയണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. നാം അനശ്വരരാണ്. നാം എല്ലാവരും ഒരിക്കൽ ഒന്നിച്ചു ചേരും. ഇതുവരേക്കുമാണ് ഇന്നത്തെ പാർട്ട്.
അടുത്ത ഒരു പാർട്ടോടുകൂടി ഈ പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് തീരുമെന്ന് കരുതുന്നു. എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, സ്നേഹം.